ഓ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നേരം വെളുത്തല്ലേ. അപ്പം നമുക്ക് ഇന്നൊരു കിടിലൻ ജോബ് കിട്ടിയിട്ടുണ്ട്. കിടിലനല്ല, നമുക്ക് തള്ളി നീങ്ങണമെങ്കിൽ ഒരു ജോലി വേണമല്ലോ. അപ്പം ഇന്ന് നമ്മുടെ കൂട്ടുകാരെ ഒരു ജോലി ഒപ്പിച്ച് തന്നിട്ടുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചൊരുങ്ങി പോട്ട്. അവിടുത്തെ സാർജിരി കലിപ്പനാണെന്ന് കേട്ടു. എന്നാലും പെട്ടെന്ന് ഞാൻ കുളിച്ചിറങ്ങട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പം കുളിച്ചിറങ്ങട്ട് കേട്ടോ. കുളിച്ചിറങ്ങി. ഇനി നമ്മൾ വേഗം പോയിട്ട് ഡ്രസ്സെല്ലാം മാറി സ്ഥലത്തേക്ക് പോകണം. അവിടുത്തെ സാറ് ഇച്ചിരി കലിപ്പനാണെന്നാണ് കേട്ടത്. പെട്ടെന്ന് പോട്ട് ഞാനീ ഡ്രസ്സൊക്കെ മാറട്ടെ പെട്ടെന്ന് തന്നെ. എന്നിട്ട് വേണം നമുക്ക് എത്രയും വേഗം പോകണം, പറ്റുന്ന അത്രയും. എൻ്റെ കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്ത ജോബാണ് അത്. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സെല്ലാം മാറി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് നമ്മുടെ ബൈക്ക് ഇന്നലെ നമ്മളൊരു കൂട്ടുകാരൻ കൊണ്ടുപോയി ഗൈസ്. അപ്പം നമുക്കിന്ന് കാറിൽ വേണം പോകാൻ. അപ്പം ഞാൻ കാറ് എടുത്തിട്ട് പെട്ടെന്ന് പോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ സാറിച്ചിരി കലിപ്പന. സമയവും ഒരുപാട് വൈകിപ്പോയി. ഇനിയിപ്പം സാറവിടെ ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് തന്നെ പോകണം എനിക്ക്. എത്രയും വേഗം ഫുൾ സ്പീഡിൽ വണ്ടി ഓട്ടിക്കാം ഇനി, അല്ലാതെ വേറെ വഴിയില്ല. സാറിച്ചിരി കലിപ്പനാണെന്നാണ് കേട്ടത്. എനിക്ക് വഴക്ക് കിട്ടാതിരിക്കാൻ നിങ്ങളില്ല ഇപ്പോൾ തന്നെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ ഗൈസ്, കൂട്ടുകാരെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ. വണ്ടി തട്ടാതെ മുട്ടാതെ നേരെ അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് എത്തണം അവിടെ. അയ്യോ, പറഞ്ഞു തീർന്നില്ല. കരുതാൻ കാണാനാണ് തോന്നുന്നത്. പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ ഇടിച്ച്. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. ഇടിച്ച്. അയാളെ പൈസ പിന്നെ ആയാലും കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് എത്തണം. അല്ലെങ്കിൽ ബോസ് ഇച്ചിരി കലിപ്പനാ. എൻ്റെ കൂട്ടുകാരെ ഇവിടെ മുമ്പുണ്ടായിരുന്നു. അവനെ വഴക്ക് പറഞ്ഞ് അവൻ ലാസ്റ്റ് ഗതി കേട്ടപ്പോൾ റിസൈൻ ചെയ്തതാണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ എവിടെയാണ്? അതുകൊണ്ട് അവിടെയാണെന്ന് തോന്നുന്നു. തൽക്കാലം ഇവിടെ നിർത്താം. അപ്പം ഞാൻ പെട്ടെന്ന് പോയി. ഈ ഡ്രസ്സിൽ ഈ കോലത്ത് എന്തായാലും ഇനി പണി ചെയ്യാൻ പറ്റത്തില്ല. പണി ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സ് ഫുള്ളും അഴുക്കാവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സ് മാറ്റട്ടെ. അത് ഇവിടെയാണെന്ന് തോന്നുന്നത്. ഇത് തന്നെ ഡ്രസ്സിങ് ഏരിയ. അപ്പം ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറ്റട്ടെ. ബോസ് വന്നിട്ടില്ലെന്ന് അറിയാൻ പറഞ്ഞു. ഇവിടുത്തെ വണ്ടി എവിടെയാണോ ഉണ്ട്. അതാ ഇവിടെ കിടപ്പുണ്ട് വണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് പോവാം. ഇന്ന് എന്തോ പരിപാടി എന്ന് വെച്ചാൽ എന്തോ പാലത്തിൻ്റെ വർക്കാണെന്നാണ് പറഞ്ഞത്. എന്തോ സിമൻറ്റ് വാരിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ. അതായിരിക്കും പറഞ്ഞ. ഇവിടെ കുറേ സിമൻറ്റ് ഉണ്ടല്ലോ. ഇത് തന്നെ നമുക്ക് ഇന്ന് ചെയ്യാം. എന്തായാലും ഇന്ന് പെട്ടെന്ന് പണി തീർന്നാൽ മതിയായിരുന്നു. അയ്യോ, ഇപ്പം മറിഞ്ഞേനെ ഗൈസ്. മറിഞ്ഞിരുന്നേ ഇപ്പം ശമ്പളം മുഴുവനായിട്ട് കട്ട് ചെയ്തേനെ. ഇവിടുത്തെ ബോസ് അത്രയ്ക്കും വലിയ കലിപ്പനാ. എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് ഇവിടെ ജോബ് സജസ്റ്റ് ചെയ്തത്. ഇനി എങ്ങനെ പോവോ എന്തോ. എന്തായാലും ബോസ് വരാത്ത നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ലേറ്റായവർ ഇത് എങ്ങനെയാണോ എന്തോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത്. മനസ്സിലായി. ഇതിങ്ങനെയാണല്ലേ. ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ എങ്ങനെ ഇടുന്നു? ഇത് ദൂരെ നിന്ന് ഞാൻ പണി കണ്ടിട്ടേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണോ എന്തോ ഇടുന്നു. ഏത് ബട്ടണിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. ഇതിൽ കുറേ തന്നെ ബട്ടൺസും ഉണ്ടല്ലേ. ഇത് ഈ ബട്ടണായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പണി നിർത്തിയിട്ട് വീട്ടിൽ പോകണം ഗൈസ്. എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാം. ഇന്ന് പെട്ടെന്ന് പണി തീർന്നാൽ മതിയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഈ പണിയൊക്കെ. പിന്നെ ഇത്രയും നാൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ കടം അടയ്ക്കാനും. പെട്ടെന്ന് പണിയൊക്കെ തീർക്കട്ടെ ഞാൻ. ഏകദേശം പണിയെല്ലാം തീരാറായി. അവിടെ ആരാ നിൽക്കുന്നത്? അവിടെ ആരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഗൈസ്. ഇത് നമ്മുടെ ബോസല്ലേ? ഇയാളെ ഞാൻ ഇന്നലെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ കണ്ടായിരുന്നു. അയ്യോ, ബോസ് പെട്ടെന്ന് ഇറങ്ങട്ടെ ഞാൻ വണ്ടിയിൽ നിന്ന്. അയ്യോ, ഹായ് ബോസ്. എന്തു പറ്റി ബോസ്? നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? അത് പിന്നെ പുതിയൊരു പണിക്കാരൻ വന്നെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാ നിന്നെ ഒന്ന്. അതിനായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. ശരി എന്നാ. പിന്നെ നീ ഇന്ന് പുതിയ ആളല്ലേ, അതുകൊണ്ട് നേരത്തെ തന്നെ പോയിക്കോ. താങ്ക് യു ബോസ്. ഞാൻ പോകുന്നു കേട്ടോ. ഞാൻ ഈ ഒരു സഹായം ഒരിക്കലും മറക്കില്ല. ശരി, ഞാൻ പോകുന്നു കേട്ടോ ബോസ്. ഞാൻ ഈ വണ്ടി അവിടെ കൊണ്ടുവരട്ടെ. ഭാഗ്യമായി ബോസ് നേരത്തെ പോകാൻ പറയാം. നമുക്ക് വേഗം പോവാം. ബോസിൻ്റെ ഓഫീസിലോട്ടും പോവും.
നമ്മൾ നേരെ ഈ വണ്ടിയും കൊണ്ടിട്ടിട്ട് പോകും. നമുക്ക് നാളെ അവിടെയാണെന്നാണ് തോന്നുന്നത്. നാളെ വന്ന് ചോദിക്കാം ബോസിൻ്റെ അടുത്ത്. ആ ശരി, അപ്പം നമുക്ക് വേഗം പോയി വണ്ടി എടുത്തിട്ടിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോട്ട്. ഈ JCB ഓടിക്കുന്ന ഇച്ചിരി കഷ്ടമാണ്. പിന്നെ ഞാൻ മുമ്പും വേറൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പണിയെടുത്തിട്ടുള്ളതിനെ കൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ലിവറൊക്കെ അങ്ങ് താത്തിട്ടേക്ക്, അല്ലെങ്കിൽ അതിന് നാളെ വന്ന് വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ. ഇത്രയും ഞാൻ ആലോചിക്കുന്നത്, എന്നാൽ ഇത്രയും പാവപ്പെട്ട ഒരാളെയാണോ അവൻ ഭയങ്കര കലിപ്പനെന്ന് പറഞ്ഞോ? ഇത്രയും ഒരു തങ്കപ്പെട്ട മനുഷ്യനല്ലേ ഇയാൾ. ഞാൻ പെട്ടെന്ന് തന്നെ പോട്ട്. ആ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ടൊന്ന് കുളിക്കണം. മേലാകെ പൊടിയായി. ഞാൻ പെട്ടെന്ന് പോട്ടെ. ആ ബോസ് എന്തായാലും ഓഫീസിലോട്ട് പോയി കാണും ഇനിയിപ്പം. എന്തായാലും ഞാനങ്ങ് പോകാൻ പോകും. ഇതെന്താ ബോസ് സൈഡിൽ വന്നിരിക്കുന്നത്? എന്തു പറ്റി ബോസ്? അതൊന്നുമില്ല, നിനക്ക് നാളെ ആ ബിൽഡിങ്ങിലെ പണിയെന്ന് പറയാൻ വന്നയാ. ഓ, ആ ബിൽഡിങ്ങിലല്ലേ ബോസ്? ശരി, അപ്പം നമുക്ക് നാളെ ആ ഒരു ബിൽഡിങ്ങിലാണ് പണി. അപ്പം നമ്മൾ JCB കൊണ്ടിട്ട അവിടെ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോട്ട് വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം. അയ്യോ, ഞാനിപ്പോൾ അവിടെ കയറി പോയനെ, ഇതാണെന്നും പറഞ്ഞ് എക്സിറ്റ് ആണെന്നും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ പോട്ടെ എന്തായാലും. വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം. ആ പോണ വഴിക്ക് എന്തായാലും ഹോട്ടൽ വല്ലതും കാണുമല്ലേ? ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇനിയിപ്പോൾ പതുക്കെ പോയാൽ മതിയല്ലോ സമാധാനത്തിൽ.